നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് ഉൾപ്പെടെ 11 കമ്പനികളിലെ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ പലതും ബൾക്ക് റിക്രൂട്ട്മെന്റുകളാണ്. അതും വിവിധ മേഖലയിൽ നിന്നുള്ള അവസരങ്ങൾ. എഞ്ചിനീയറിംഗ് അവസരങ്ങൾ, എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ബിടെക് മാത്രമല്ല, ഡിപ്ലോമ, ITIക്കാർക്കുള്ള അവസരങ്ങൾ, അല്ലെ മാനേജ്മെന്റ് മേഖലയിൽ നിന്നുള്ള അവസരങ്ങൾ, IT മേഖലയിൽ നിന്നുള്ള അവസരങ്ങൾ, സാധാ ഡിഗ്രിക്കാർക്കുള്ള അവസരങ്ങൾ, ഇങ്ങനെ വിവിധ അവസരങ്ങൾ, ബൾക്ക് അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും പല പ്രമുഖ കമ്പനികളിലെ മിൽമയിലെ റിക്രൂട്ട്മെന്റ് സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെ അലയൻസ്, ജെൻ റോബോട്ടിക്സ് തുടങ്ങിയിട്ട് റാവിസ്, നെസ്റ്റ്, കിച്ചൺ ട്രഷേഴ്സ്, ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ചാനലിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച അവസരം എന്ന നിലയിൽ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുൻപ് നൽകിയിരുന്നു. ഇത് അമേരിക്കയിലെ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലെ അവസരമാണ്. ഈ അവസരം വിശദമാക്കുന്ന ഒരു വെബിനാർ ഈ വരുന്ന ഞായറാഴ്ച ഓഗസ്റ്റ് 4-ാം തീയതി ഓൺലൈനിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, അടുത്ത കൊല്ലം 100 വർഷമാകാൻ പോകുന്ന ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനുള്ള അവസരമാണ്. ഈ യൂണിവേഴ്സിറ്റി ഹൈ റേറ്റഡ് ആണ് എന്ന് മാത്രവുമല്ല, നിങ്ങൾ UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ അമേരിക്കയിൽ പഠിക്കുവാനായിട്ട് കഴിയും. അതും ക്യാമ്പസിൽ പാർട്ട് ടൈം ജോലി പോലെയുള്ള അവസരങ്ങൾ ലഭ്യമാണ്. നിങ്ങൾക്ക് വിസ കിട്ടിയതിന് ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതിയാവും. അത് ഇനീഷ്യലി ഒരു 6 ലക്ഷം രൂപ ഫീസ് അടച്ചുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അവസരം വിശദമാക്കുന്ന വെബിനാറാണ് ഓഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ച സംഘടിപ്പിക്കുന്നത്. ഞാനും ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ മലയാളിയായ ഒരു ഡയറക്ടറും ഈ ഒരു വെബിനാറിന് നേതൃത്വം നൽകും. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഈ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. GRE, GMAT ഒന്നും ഇല്ലാതെ അമേരിക്കയിൽ പഠിക്കുന്നതിനുള്ള അവസരങ്ങളാണ്. STEM ഡെസിഗ്നേറ്റഡ് ആണ് ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാംസ് എന്നതിനാൽ തന്നെ നിങ്ങൾക്ക് 3 ഇയർ വരെ സ്റ്റേ ബാക്ക് ഉൾപ്പെടെ ലഭ്യമാകുന്ന അവസരമാണ്. ആദ്യത്തെ തൊഴിൽ അവസരം എക്സ്ട്രീം ഓൺലൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനിയിലാണ്. ഇവർ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സ് എന്ന തസ്തികയിലേക്ക് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 2022, 23, 24 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം. ഡിഗ്രിക്കാർക്കാണ് അവസരമുണ്ട്. ഇതിലേക്കുള്ള ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ വരുന്ന വെള്ളിയാഴ്ച 2-ാം തീയതി ഓഗസ്റ്റ് 9 മണിക്കും 1 മണിക്കും ഇടയ്ക്കായിട്ട് ഈ ടെക്നോ പാർക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലിയുടെ ഒരു നേച്ചറൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇവരുടെ കസ്റ്റമേഴ്സിനെ ഒക്കെ വേണ്ട സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലുള്ള ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ള ഡിഗ്രിക്കാർ, അത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള 2022, 23, 24 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് ഈ വാക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാം. അവർക്ക് ഈ വാക്ക് ഇൻ ഇന്റർവ്യൂ നിങ്ങൾക്ക് നേരിട്ട് വാക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഇതിനൊന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ ഇവരെ നിങ്ങൾക്ക് ഗേറ്റ് പാസ് ഒക്കെ ഇഷ്യൂ ചെയ്യും. ഈ ഗേറ്റ് പാസ് ഒക്കെ ആയിട്ട് വേണം ഈ ടെക്നോ പാർക്കിലെ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ടെക്നോ പാർക്കിലേക്ക് പ്രവേശിപ്പിക്കത്ത് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ. ഇനി നമുക്ക് അടുത്ത അവസരം പരിശോധിക്കാം. അടുത്ത അവസരം IT കമ്പനികളിൽ ജോലി തേടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ IT ജോബ് ഫെയർ എന്ന പേരിൽ ഒരു പ്രോഗ്രാം റീബൂട്ട് 2024 എന്ന പേരിൽ കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതി കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്ക്, ഗവൺമെന്റ് സൈബർ പാർക്കിന്റെ അതേപോലെ തന്നെ കേരള നോളജ് എക്കണോമി മിഷൻ, കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇവരുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 100ഓളം IT കമ്പനികളിലെ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ IT മേഖലയിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ IT കമ്പനികളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ സൗജന്യമായിട്ട് ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാം. ഓർക്കുക, ഡേറ്റ് 17 ഓഗസ്റ്റ്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അടുത്ത അവസരം അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അലയൻസ് ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അലയൻസ് സർവീസസ്, അലയൻസിന്റെ പല ഡിവിഷൻ ഉണ്ട്. അലയൻസ് സർവീസസ് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലൊക്കെ വലിയ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ്, ഇവർ ഇടയ്ക്കൊക്കെ വാക്ക് ഇൻ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. ഈ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് കൊച്ചി വെച്ചിട്ടായിരിക്കും.
ഓഗസ്റ്റ് 3 ശനിയാഴ്ച ആയിരിക്കും കൊച്ചിയിൽ വെച്ചിട്ട് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അസോസിയേറ്റ് ക്ലെയിംസ്, അതേപോലെ അസോസിയേറ്റ് കസ്റ്റമർ സർവീസ്, ഈ 2 തസ്തികകളിലെ ഒട്ടനവധി ഒഴിവുകളിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ്. ഇന്റർനാഷണൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് സ്കിൽസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവർക്കായിരിക്കും അവസരം. അപ്പം ഫ്രഷേഴ്സിനും ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ജോലിയുടെ ഒരു നേച്ചറൊക്കെ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് നേരിട്ട് വോക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടെസ്റ്റ് പോലെ നിങ്ങളൊന്ന് എടുത്തതിന് ശേഷം വേണം നിങ്ങൾക്ക് വോക്ക് ഇൻ ചെയ്യുവാനായിട്ട്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അലയൻസ് അറ്റൻഡ് ചെയ്തവർ അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അലയൻസ് സർവീസസ് എന്ന പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉള്ള, എലിജിബിലിറ്റി ഒന്ന് സൂചിപ്പിക്കുക, ഒരു +2 ഡിഗ്രിയോ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അവിടെ പോയിട്ട് അലയൻസ് എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാം. അതിലെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലുണ്ട്. അത് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ലിങ്ക് കിട്ടി, എന്നിട്ട് വേണം നിങ്ങൾ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. അടുത്ത അവസരം RP ഗ്രൂപ്പാണ്. RP ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രവി പിള്ള ഗ്രൂപ്പ്. അവരുടെ റാവിസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഉണ്ട്. കടവ് റിസോർട്ട് നമ്മുടെ തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും ഒക്കെ പ്രവർത്തനമുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് RP ഗ്രൂപ്പ് എന്ന്. അവർ കാലിക്കറ്റിലേക്ക് കുറേ തസ്തികകളിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. ഒരു തസ്തികയിൽ ബോംബെയിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അക്കൗണ്ട്സ് മാനേജർ, ക്രെഡിറ്റ് മാനേജർ, സീനിയർ അക്കൗണ്ടന്റ്, അതേപോലെ ഓഡിറ്റർ, സെയിൽസ് മാനേജർ, അത് തന്നെ മുംബൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ഉണ്ട്. അതേപോലെ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ സെയിൽസ് ആയുർവേദ, എക്സിക്യൂട്ടീവ് ഷെഫ്, ക്ലസ്റ്റർ L&D ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ, ഇങ്ങനെ കുറേ തസ്തികകളിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. F&B തുടങ്ങിയ മേഖലകളിലേക്ക്. അപ്പോൾ ഇത് കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കായിരിക്കും. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതും ഇനി പറയാൻ പോകുന്ന കൂടുതൽ വേക്കൻസിയിലും ഫ്രഷേഴ്സിനാണെങ്കിൽ ഈ വേക്കൻസികളിൽ കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമുഖ സ്പൈസ് കമ്പനിയാണ്. അവിടെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. പ്രൊഡക്ഷൻ ട്രെയിനി എന്ന അവസ്ഥയിലേക്ക് ഇവർ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. +2 സയൻസ് സ്ട്രീമിൽ കഴിഞ്ഞവർ, അല്ലെ ITI, അത് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ കഴിഞ്ഞ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. അതേപോലെ 1 to 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 3 ഷിഫ്റ്റിലും, അതായത് നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് പ്രോസസ്സ്, ഇങ്ങനെയൊക്കെയുള്ള പല ഇവരുടെ മില്ലിങ്, ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അതൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം മെക്കാനിക്കൽ സിവിലുകാർക്കുള്ള അവസരമാണ്. അടുത്തത് സൈറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് വർക്ക് ചെയ്യുവാനായിട്ട് റിസണൻസ് എന്ന എഞ്ചിനീയറിംഗ് കമ്പനി, ഇത് ടെക്നോപാർക്കിലുള്ള ഒരു കമ്പനിയാണ്. ഇവർ ഇവിടെ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരമാണ്. അപ്പോൾ ഇവർ സിവിലുകാരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഫ്രഷേഴ്സിനും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. അത് ബിടെക്കുകാരെ മാത്രമല്ല, 3 ഇയർ ഡിപ്ലോമ സിവിൽ കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കാം. ടെക്നോ പാർക്കിലെ റിസണൻസ് എന്ന കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർ. മറ്റൊരു അവസരം ജെൻ റോബോട്ടിക്സ് ആണ്. ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് അഴുക്കുചാലിൽ ഒരു ജോയി എന്ന് പറഞ്ഞൊരു വ്യക്തി പോയപ്പോൾ നമ്മളൊക്കെ കണ്ടു. അവിടെ ഒരു റോബോട്ട്, അല്ലെ ബാൻഡിക്യൂൻ എന്ന് പറഞ്ഞ റോബോട്ട് വന്നിട്ട് അഴുക്കുചാല് ക്ലീൻ ചെയ്യുന്നു. ഈ റോബോട്ടൊക്കെ നിർമ്മിച്ച കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ് എന്നത്. ഈ ജെൻ റോബോട്ടിക്സിലെ മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ട്രെയിനി എന്ന അവസ്ഥയിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ഇത് ബിടെക് മെക്കാനിക്കലുകാർക്കുള്ള അവസരമാണ്. ഫ്രഷേഴ്സ് 2023 24 ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ 2 അവസരങ്ങളാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന് ടെക്നോ പാർക്കാണ്, ഒന്ന് തിരുവനന്തപുരത്ത് ജെൻ റോബോട്ടിക്സിലേക്ക്. ഒന്ന് മെക്കാനിക്കലാണ്, ഒന്ന് സിവിലാണ്. ഈ 2 വേക്കൻസിയുടെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്തത് നമുക്ക് G10X എന്ന് പറഞ്ഞിട്ട് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയിലെ അവസരം ഒന്ന് പരിശോധിക്കാം. ഒരു മാനേജ്മെന്റ് ട്രെയിനി എന്ന അവസ്ഥയിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. MBA അല്ലെങ്കിൽ MSW സോഷ്യൽ വർക്ക്, അല്ലെ MHR മാസ്റ്റേഴ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അല്ലെ MBA HR ഒക്കെ കഴിഞ്ഞവർ, അല്ലെങ്കിൽ MTTM മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 2024 പാസ് ഔട്ട് ആയിരുന്നവർ, ഇപ്പോൾ പാസ് ഔട്ട് ആകുന്ന പുറത്തായിരിക്കും അവസരം. 60% മാർക്ക് കാണും വിത്ത് നോ ബാക്ക് പേപ്പേഴ്സ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം കൊച്ചി ഇൻഫോ പാർക്കിലായിരിക്കും ജോബ് ലൊക്കേഷന്.
G10X ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അതല്ലെങ്കിൽ jobspreach.com എന്ന സൈറ്റിൽ പോയിട്ട് G10X എന്ന് സെർച്ച് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ട് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അടുത്ത അവസരം കസാദര എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. ഇവര് ഒരു IT മേഖലയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. കോയമ്പത്തൂർ ആയിരിക്കും വർക്ക് ലൊക്കേഷൻ. BTech അത് കമ്പ്യൂട്ടർ സയൻസ് IT ബ്രാഞ്ച് കഴിഞ്ഞവർ, അല്ലെ MCA അല്ലെ MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് അപേക്ഷിക്കാം. 2023 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് 24 പാസ് ഔട്ട് ആവുന്നവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഇതിന്റെ വെന്യൂ കാര്യങ്ങളൊക്കെ ഇവരെ അയച്ചു നൽകുക. വോക്ക് ഇൻ ഇന്റർവ്യൂ ഇതിന് മുമ്പ് പറഞ്ഞ 1-2 വോക്ക് ഇൻ ഇന്റർവ്യൂടെ ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു നൽകും. ഇവിടെയും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ പ്രവർത്തനമുള്ള അല്ലെങ്കിൽ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്പനിയാണ്. അപ്പോൾ ഇവര് നെസ്റ്റ് കമ്പോണൻസ് പാർക്കിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റ് എഞ്ചിനീയർ ട്രെയിനിങ് പ്രൊഡക്ഷനിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. 2024 പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. അത് BTech മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ ഇലക്ട്രിക്കൽ, ഈ 3 ബ്രാഞ്ച് കഴിഞ്ഞവർക്കായിരിക്കും അവസരം. കൊച്ചിയിൽ ആലുവയിലുള്ള നെസ്റ്റ് കമ്പോണന്റ് പാർക്കിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമ്മുടെ മിൽമയിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. മിൽമയുടെ എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, മിൽമയുടെ എടപ്പള്ളി കൊച്ചിയിലുള്ള ഇവിടേക്കാണ് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഈ മിൽമ എറണാകുളം മേഖലയുടെ കീഴിലുള്ള വിവിധ ലൊക്കേഷനുകളിലേക്കാണ് ഹയറിങ്. തൃശ്ശൂർ, കോട്ടയം, മൂന്നാർ ഈ 3 സ്ഥലങ്ങളിൽ വെച്ചാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ. തൃശ്ശൂരെ വോക്ക് ഇൻ ഇന്റർവ്യൂ 30-ാം തീയതി ജൂലൈയിലാണ്. കോട്ടയത്തേത് ഓഗസ്റ്റ് 6-ാം തീയതി, മൂന്നാറിലേത് ഓഗസ്റ്റ് 13-ാം തീയതി ആയിരിക്കും. തൃശ്ശൂർ ഡയറി വെച്ചിട്ടാണെങ്കിൽ കോട്ടയത്ത് കോട്ടയം ഡയറി ഉണ്ട്, വടവാതൂര് കഞ്ഞിക്കുഴിക്കടുത്ത്. അതേപോലെ മൂന്നാറിൽ ഡോക്ടർ വർഗീസ് കുര്യൻ ട്രെയിനിങ് സെന്റർ മൂന്നാറിൽ വെച്ചായിരിക്കും. അപ്പം മിനിമം 50% എങ്കിലും മാർക്കുള്ള ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. 2 വീലർ ലൈസൻസ് കാണണം, കമ്പ്യൂട്ടർ സ്കിൽസും കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റും ഒക്കെ കോപ്പിയും ഒക്കെ ആയിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന്, വ്യൂവേഴ്സിന് ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അതാത് കമ്പനികളുടെ ജോബ് നോട്ടിഫിക്കേഷനിൽ പോയി അല്ലെങ്കിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഒക്കെ ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്, ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. എന്തായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പല അവന്യൂസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ സന്ദർശിക്കാവുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.